നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്ചഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 22 മുതൽ സെപ്റ്റംബർ 28 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ സന്തോഷം, സമാധാനം എന്നിവ ലഭ്യമാകും. ധനസ്ഥിതി മെച്ചപ്പെടാം. ബാങ്ക് ലോൺ, ചിട്ടി എന്നിവ ലഭിക്കാം. കുടുംബ ബന്ധങ്ങളിൽ തർക്കം, കലഹം, നിരാശ എന്നിവ കാണുന്നു. അതിനാൽ കുടുംബ ബന്ധങ്ങളിൽ വളരെ മിതത്വം പാലിച്ച് സംസാരിക്കേണ്ടതാണ്. ദാമ്പത്യ ബന്ധങ്ങളിലും തർക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും ദാമ്പത്യ ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. പെട്ടെന്നുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പൊള്ളൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആയതിനാൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം. ഇടവക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകാം. കർമ്മ മേഖലയിലും ജോലി സ്ഥലത്തും സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആയതിനാൽ സംസാരം, വാക്ക് എന്നിവ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ധനനേട്ടത്തിന് സാധ്യതയുള്ള ഒരു വാരം തന്നെയാണ്. കർമ്മ മേഖലയിൽ പുരോഗതിക്ക് സാധ്യതയുള്ളതിനാൽ ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ത്വക്ക് രോഗങ്ങളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഉണ്ടാകാം. യാത്രകളിൽ ശ്രദ്ധിക്കുക. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേര്യം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർക്ക് കർമ്മ തൊഴിൽ മേഖലയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. വ്യായാമങ്ങൾ, രോഗപ്രതിരോധ ശേഷിയുള്ള ഭക്ഷണങ്ങൾ എന്നിവയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുക. മാനസികമായ ടെൻഷൻ എന്നിവ അലട്ടുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഐക്യക്കുറവ് എന്നിവ കണ്ടുവെന്ന് വരാം. ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാവുന്ന വാരമാണ്. തൊഴിലന്വേഷണത്തോടനുബന്ധിച്ച് ചിലവുകളും അലച്ചിലുകളും ഉണ്ടാകാം. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് മോചനം ലഭിക്കാവുന്ന വാരമാണ്. ആരോഗ്യത്തിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന വാരം കൂടിയാണ്. റെഗുലർ ചെക്കപ്പ്, ചികിത്സകൾ എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രോഗചികിത്സാ ചിലവുകൾ വർദ്ധിക്കാനും ഇടയുണ്ട്. സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കുക. സംസാരങ്ങൾ കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലും ഏറെ ശ്രദ്ധ പുലർത്തുക. മിതത്വം പാലിച്ച് വാക്കും സംസാരവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറുകാർക്ക് കർമ്മ തൊഴിൽ മേഖലയിൽ ഗുണം ലഭിക്കാവുന്ന വാരമാണ്. സാമ്പത്തികമായി ഗുണം ലഭിക്കാവുന്ന വാരം തന്നെയാണ്. തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ വാക്ക്, സംസാരം എന്നിവ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാൻ ഇടയാകുന്നതാണ്. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും വാക്കുകൾ വളരെയധികം മിതത്തോടുകൂടി സംസാരിക്കേണ്ടതാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ദൂരയാത്രകളിൽ കരുതലെടുക്കുക. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും മുൻകരുതൽ എടുക്കേണ്ടതാണ്. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര.
ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഗുണം ലഭിക്കാവുന്ന ആഴ്ചയാണ്. തൊഴിലിടങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കും. പുതിയ തൊഴിൽ ലഭിച്ചേക്കാം. തൊഴിലിടങ്ങളിൽ വാക്ക്, സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. കുടുംബ ബന്ധങ്ങളിൽ ടെൻഷൻ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവ സംഭവിക്കാനിടയുണ്ട്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ അതീവ ശ്രദ്ധയും കരുതലും എടുക്കേണ്ടതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ മറ്റോ നഷ്ടമായേക്കാം. കരുതലെടുക്കുക. യാത്രകളിൽ ജാഗ്രത പുലർത്തുക. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. തുലാക്കൂറിൽ വരുന്നവർക്ക് തൊഴിലന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കാനിടയുള്ള കാലമാണ്. തൊഴിലിൽ നിന്ന് ഗുണം ലഭിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും ഗുണം ലഭിക്കാവുന്ന വാരമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ കഴിയുന്ന സമയം കൂടിയാണ്. തൊഴിലിടങ്ങളിൽ സംസാരം കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാനിടയുണ്ട്. ആയതിനാൽ വാക്ക്, സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കേണ്ടതാണ്. ബിസിനസ് ഇടങ്ങളിൽ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ കരുതലെടുക്കേണ്ടതാണ്. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. തൊഴിലിടങ്ങളിൽ ഗുണം ലഭിക്കാം. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ പ്രമോഷൻ, അംഗീകാരം എന്നിവ ലഭിക്കാൻ ഇടയുണ്ട്. കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ പറ്റിയ ഉചിതമായ സമയമാണ്. ദീർഘദൂര യാത്രകൾ ഉണ്ടാകാം. ദീർഘദൂര യാത്രകളിൽ ശ്രദ്ധിക്കുക. യാത്രാക്ലേശങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ ഉണ്ടായേക്കാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വാഹനയാത്രകളിലും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ചിലവുകൾ വർദ്ധിക്കാം. ധനച്ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറുകാർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം, പുതിയ കർമ്മ ജോലി മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ എന്നിവ നിറവേറ്റാൻ കഴിയുന്ന അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ജോലിയിൽ പുരോഗതി ഉണ്ടാക്കാം. പുതിയ കർമ്മ മേഖലകൾ ഏറ്റെടുക്കാം. ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കാവുന്ന സമയം കൂടിയാകുന്നു. പ്രകോപനപരമായ സംസാരത്തിൽ ശ്രദ്ധിക്കുക. കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ മിതത്വം പാലിക്കുക. വാക്കുകൾ വളരെയധികം സംയമനത്തോടു കൂടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദീർഘദൂര യാത്രകൾ ഉണ്ടാകാനിടയുണ്ട്. ഡ്രൈവിംഗ് എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരക്കൂറിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ലഭിക്കാവുന്ന സമയമാണ്. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്കും നല്ല കാലമാകുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താനാകുന്ന സമയമാണ്. പെരുമാറ്റത്തിൽ ഏറെ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിലെ സംസാരത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പ്രകോപനപരമായ വാക്കുകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ആയതിനാൽ അത്തരം വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ്. അനാവശ്യമായ ധനച്ചിലവുകൾ ഉണ്ടായേക്കാം. ധനനഷ്ടം, കടങ്ങൾ, കടബാധ്യത എന്നിവയ്ക്കും സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുള്ള കാലഘട്ടമാണ്. ആരോഗ്യപരമായ ചിലവുകൾ വർദ്ധിക്കാനും ഇടയുണ്ട്. കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരോരുട്ടാതി. കർമ്മ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കാവുന്ന സമയമാണ്. എന്നാൽ തൊഴിലിടങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ വാക്ക്, സംസാരം എന്നിവ മൂലം തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
ബിസിനസ് ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൂട്ടു ബിസിനസ്സിൽ, വാക്ക്, സംസാരം എന്നിവ മൂലം വാക്തർക്കങ്ങൾ, ഐക്യക്കുറവ് എന്നിവ ഉണ്ടായേക്കാം. പുതിയ ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനസ്ഥിതിയിൽ സ്വപ്രയത്നം കൊണ്ട് മെച്ചമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക ക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകാം. ദൂരയാത്രകളിലും മറ്റും ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും അടുക്കളയിൽ ജോലി ചെയ്യുന്നവരും ഏറെ ശ്രദ്ധിക്കുക. പൊള്ളൽ, വൈദ്യുതാഘാതങ്ങൾ എന്നിവ സംഭവിക്കാനിടയുണ്ട്. ദൂരയാത്രകളിൽ യാത്രാക്ലേശങ്ങളോ ചെറിയ അപകട സാധ്യതകളോ നിലനിൽക്കുന്നു. ആയതിനാൽ അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകേണ്ടതാണ്. മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർ കർമ്മ മേഖലയിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ബിസിനസ് സംരംഭങ്ങൾ, കൂട്ടു ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്ക് മാനസികമായ പ്രയാസങ്ങളോ ടെൻഷനോ അനുഭവപ്പെട്ടേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തുക. വാക്ക്, സംസാരം എന്നിവ മൂലം ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ബിസിനസ്സിലോ കർമ്മ തൊഴിൽ മേഖലയിലോ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചേക്കാം. ആയതിനാൽ അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകുക. യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം. ദീർഘദൂര യാത്രകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അലച്ചിൽ, യാത്രാക്ലേശങ്ങൾ, വാഹന അപകടങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ പ്രത്യേകം കെയർ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഷെയർ ചെയ്യൂ.